പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുത്തെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സാഹചര്യം എത്ര മോശമാണെങ്കിലും അതിനെ നോക്കി നെടുവീർപ്പിടണ്ട, പഴിക്കുകയും വേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ എത്ര മോശം സാഹചര്യത്തിലും ദൈവകരം അത്ഭുതം പ്രവർത്തിക്കും. എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായി തീരുന്നത് സ്വന്തം കണ്ണാൽ കാണുവാൻ സാധിക്കും. മരിച്ച് 4 നാളായി നാറ്റം വമിച്ച ലാസറിന്റെ ശവശരീരത്തിന്റെ മേൽ പുനരുത്ഥാന ശക്തി വ്യാപരിച്ചപ്പോൾ അവിടെ ജീവനുണ്ടായില്ലേ? അത്ഭുതമല്ലേ നടന്നത്? മറ്റുള്ളവർ കണ്ട് ആശ്ചര്യപ്പെടുമാറ് അവിടുത്തെ അന്തരീക്ഷം തന്നെ മാറി മറിഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന വിടുതൽ കണ്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുമാറ് ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. സാഹചര്യം ഒരു വിഷയമേ അല്ല. കർത്താവിനെ അനുവദിക്കുക, അവിടുത്തെ കരം പ്രവർത്തിക്കുവാൻ വിധേയപ്പെടുത്തി കൊടുക്കുക. മാർത്തയ്ക്കും മറിയയ്ക്കും യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. യേശു അവിടെ അത്ഭുതം ചെയ്യുമെന്ന് തങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല. എന്നാൽ അവിടെയല്ലേ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടത്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ നാറ്റം വെച്ച അന്തരീക്ഷം തന്നെ സൗരഭ്യത്താൽ നിറഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലമായ അന്തരീക്ഷമാണെങ്കിലും ഇനിയും പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല എന്ന് നിങ്ങളുടെ സ്വന്തം രക്തബന്ധങ്ങൾ പോലും നിങ്ങൾക്ക് വിരോധമായി പറഞ്ഞാലും ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, കർത്താവിനെ അനുവദിക്കുക. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ജീവൻ കൽപ്പിക്കും. നിങ്ങളൊരു അത്ഭുതമായി മാറും. മറ്റുള്ള കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു ആശ്ചര്യ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അത് വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. അത്ര വലുതാ. എന്നെ വിടുവിച്ച ദൈവം, എനിക്കായി അത്ഭുതം ചെയ്ത ദൈവം എൻ്റെ പ്രിയപ്പെട്ടവർക്കുമായി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞാൻ എൻ്റെ പ്രിയരെ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആശയറ്റ ആയിരിക്കുന്ന അങ്ങയുടെ പൊന്നുമക്കളുടെ മേൽ അവിടുത്തെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടണമേ. അങ്ങയുടെ വചനം പറയുന്നത് പോലെ അവിടുന്ന് ഞങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കൈക്കീഴ് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ. സാഹചര്യം ഒരു വിഷയമേ അല്ല. ദൈവകരം നീട്ടിയാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവിടുന്ന് പ്രവർത്തിക്കും. ആർക്കും തടുക്കുവാൻ കഴിയാത്ത അസാധാരണമായ പ്രവൃത്തി എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞങ്ങൾ സന്തോഷത്തോടെ ക്ഷേമമായി US-ൽ കടന്നു വന്നു. ഇവിടെ കർത്താവിന്റെ കൃപയിൽ ആയിരിക്കുന്നു. ദൈവസാന്നിധ്യം അനുനിമിഷം അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും ഒത്തിരി നന്ദി. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇടങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യത്തിൽ മറഞ്ഞിരിക്കുവാൻ, ഓരോ നിമിഷവും ഹോളി സ്പിരിറ്റിനെ അനുഭവിപ്പാൻ അവിടുന്ന് നമ്മളെ സഹായിക്കട്ടെ. എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെടരുത്. കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുക. അവിടുന്ന് അത്ഭുതം ചെയ്യും. ബ്ലെസ് യു.